എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ ഓടി പിടിക്കാൻ നിൽക്കുന്ന സാവധാനം പൊങ്കാല പൂർണ്ണമായതിനു ശേഷം സന്നിധാനം കാളിമലയിലെ ഈ വശ്യമായ സൗന്ദര്യത്തെയും കുരിശ് വച്ച് സ്ഥാപിച്ച് കയ്യേറാനുള്ള ശ്രമം ഇപ്പോൾ നടന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് കാളിമലയിലെ പ്രധാന ശാസ്താക്ഷേത്രമാണ്. കാളിമല പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ഞാൻ കാളിമലയിലെ പൊങ്കാലയുടെ വിശേഷങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇതാ കാളിമലയുടെ സൗന്ദര്യമാണ്. അതിമനോഹരമായ അല്ലെങ്കിൽ അതിവശ്യമായ അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു വല്ലാത്ത ആകർഷണീയതയാണ് ഇവിടെയുള്ളത്. ആ ചില ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയിരിക്കുന്നത്. ഇവിടെയെല്ലാം നിറയെ പൊങ്കാലകളായിരുന്നു. ഈ നിറയെ കാട് നിറയെ പൊങ്കാലകളായിരുന്നു. പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യം. ഇതാ കാർമേഘം സൂര്യനെ മറയ്ക്കാത്തിടത്ത് വെയിലും കാർമേഘം സൂര്യനെ മറച്ച സ്ഥലത്ത് തണലും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കാളിമലയിലെ ശൂലംകുത്തി എന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. ആദിവാസികളായ കാണിക്കാരുടെ തനത് ആരാധനാ രീതികളാണ് ഇവിടെ ഉള്ളത്. ചെറിയ ചെറിയ പിന്നെ എന്തു പറയാം പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പടുക്കകളാണ്. ഈ പടുക്കകൾ അവരുടെ ഓരോ വനദൈവങ്ങൾക്ക് വേണ്ടി സങ്കല്പിച്ചുകൊണ്ട് പടുക്കയിട്ടിരിക്കുന്നതാണ്. ഈ ശൂലംകുത്തിയിലെ ചില ചടങ്ങുകളും അവിടെ ദർശനം നടത്താൻ എത്തിയിരിക്കുന്ന പൊങ്കാലയിടാൻ വന്ന ഭക്തജനങ്ങളെയുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊങ്കാല ഇട്ടതിന് ശേഷം അവരെല്ലാം ഈ ശൂലംകുത്തിയിൽ വരികയും ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണുന്നത്. ശൂലംകുത്തി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പോകുന്നത് കാട്ടിനുള്ളിലുള്ള ഒരു അപ്പൻമല എന്ന് പറയുന്ന ഒരു ഗുഹ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആ ഗുഹയിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാടിൻ്റെ പ്രദേശമാണ്, ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് നാട്ടിൽ നിന്നുള്ള പോലീസുകാരാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കണ്ട ദിശാസൂചി ബോർഡിൻ്റെ അടുത്തൊക്കെ തമിഴ് പോലീസുകാരാണ് നിൽക്കുന്നത്. കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒറ്റയാടി പാതയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പൻ ഗുഹ എന്ന് അറിയപ്പെടുന്ന ഗുഹയാണ്. അത് ഒരു തരത്തിൽ പറയുന്ന അപ്പൻ ഗുഹ എന്ന് വിളിക്കാൻ കാരണം മാർത്താണ്ഡവർമ്മ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് കാണിക്കാരെല്ലാം കൂടി ചേർന്ന് ഇവിടെ എത്തിക്കുകയും അല്ലെങ്കിൽ ഇവിടെ എത്തുകയും അങ്ങനെ അദ്ദേഹത്തിനെ ഒളിപ്പിച്ചിരുത്തുകയും ചെയ്തു എന്നൊക്കെ പിന്നെ വിശ്വസിക്കുന്ന ഒരു പാറ ഇടുക്കിലെ ഒരു ഗുഹയാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ആ ഗുഹ കാണാൻ വേണ്ടി
ഞാൻ കാട്ടിനുള്ളിലെ ഒറ്റയടിപ്പാതയിലേക്ക് കയറുകയാണ്. പൊങ്കാലയിടാൻ വന്ന പലരും ആ ഗുഹ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ അപ്പൻ ഗുഹ എന്ന് പറഞ്ഞ നമ്മൾ അറിയപ്പെട്ട ഒരു ഗുഹ. ഇവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും ഒന്ന് കിടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ആദിവാസികളുടെ സംരക്ഷണയിലാണിത്. തമിഴ്നാടിൻ്റെ ഭൂപ്രദേശമാണിപ്പോൾ ഈ പ്രദേശം. ഇവിടെ തമിഴ്നാടിൻ്റെ പോലീസാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസാണ് ഇവിടെ കാവൽ നിൽക്കുന്നത്. അപ്പൻമല കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഒറ്റയടിപ്പാത കണ്ടപ്പോൾ ഞാൻ അതിലെ നടക്കാൻ ശ്രമിച്ചപ്പോൾ തമിഴ് നാട്ടുകാരായ പോലീസുകാർ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട സാർ, അവിടെ വലിയ വിശേഷമൊന്നുമില്ല സാർ എന്നാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ ആ ഒറ്റയടിപ്പാത കണ്ടതുകൊണ്ട് അങ്ങോട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. അങ്ങനെ മുകളിൽ ചെന്ന് കയറിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ സർക്കാർ വക ഭൂമി, കാണിക്കാരുടെ അധീനതയിലുള്ള ഭൂമി, കേരള സർക്കാർ പണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 600 ഏക്കർ ചെമ്പു പട്ടയം കൊടുത്ത് കാണിക്കാർക്കായിട്ട് വിട്ടുകൊടുത്ത, ക്ഷേത്രത്തിന് വകയായി കൊടുത്ത ഈ സ്ഥലത്ത് കുരിശ് സ്ഥാപിച്ച് കയ്യേറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായിട്ടും തമിഴ്നാട് പോലീസ് അങ്ങോട്ട് പോകേണ്ട സാർ, അവിടെയൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്തോ ഒരു സംശയം അല്ലെങ്കിൽ അതിനകത്തൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ട് ഞാൻ വന്നത്. എന്തായാലും കുരിശ് കയ്യേറിയിരിക്കുകയാണ്. ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഈ കുരിശ് കയറിയിട്ട് അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ആയിരിക്കാം. എന്തായാലും ചെറിയ ഷെഡുകൾ നേടുന്നുണ്ട്. മാത്രമല്ല ഈ കുരിശിൻ്റെ സ്ഥലത്ത് അവിടെ ഒരു പ്രത്യേക താവളവുമുണ്ട്. ആൾക്കാർ താമസിക്കാൻ, ആരെങ്കിലും കുരിശ് കയ്യേറിയിരിക്കുന്ന കുരിശിനെ തകർക്കാൻ വരുന്നെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ പ്രത്യേക താവളം തന്നെയുണ്ട്. അതിനകത്ത് ആളുണ്ട്. മാത്രമല്ല ഞാൻ കാഴ്ച പകർത്തുമ്പോൾ തന്നെ ഒരാൾ അവിടെ ഇങ്ങനെ എൻ്റെ ക്യാമറയിൽ പകർത്തുന്നതൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ കുരിശിനെ സംരക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ ക്യാമറയും CCTV ക്യാമറയും സ്ഥാപിച്ചിരിക്കുന്നു ഈ കുന്നിൻ്റെ മണ്ടയിൽ. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിട്ട് തിരികെ വരുമ്പോഴാണ് ഈ ശൂലംകുത്തിയിടയ്ക്കടുത്ത് ഒരു ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയിൽപ്പെട്ടത്. മരത്തിൻ്റെ മുകളിൽ ഏറുമാടം. അത് ഈ കാണിക്കാർ അവരുടെ തനത് രീതിയിൽ നിർമ്മിച്ച ഏറുമാടമാണ്. ഇവിടെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ചില ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി 1-2 ദിവസം ഇവിടെ കാട്ടിൽ താമസിക്കേണ്ടതുണ്ട്. അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, രാത്രിയിൽ വന്യമൃഗങ്ങളിൽ രക്ഷ നേടാൻ വേണ്ടി അവർ കെട്ടി ഉയർത്തിയ ഒരു ഏറുമാടമാണ് ഇതെന്നാണ്. എന്തായാലും നമ്മൾ ഏറുമാടം വലുതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ ഇളം തലമുറയ്ക്ക് കാട്ടിൽ ആദിവാസികളും മറ്റുമൊക്കെ ഏറുമാടങ്ങൾ കെട്ടി കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പണ്ട് താമസിക്കാൻ വേണ്ടിയിട്ടും ഏറുമാടം കെട്ടിയിരുന്ന ഒരു രീതിയുണ്ട്. ആ ദൃശ്യങ്ങൾ ഈ ഏറുമാടം പകർത്തുന്നതിലൂടെ ഞാൻ പുതിയ തലമുറയ്ക്ക് ഏറുമാടം എന്തെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.